കൃഷ്ണേട്ടൻ. ഹലോ കൃഷ്ണേട്ടാ, കൊടുങ്ങൂരോ? ആ വാ ഇങ്ങ് പോരെ. ഓ കൃഷ്ണൻ എന്താ ആവശ്യത്തിന് കൊടുങ്ങൂര് വന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഊണ് ഇവിടുന്നാണ്. സ്പെഷ്യൽ എന്തെങ്കിലും കരുതാനും പറഞ്ഞു. ഊണിൻ്റെ കൂടെ സ്പെഷ്യൽ ഓർഡർ ചെയ്തതിൻ്റെ വീട്ടിലൂണാണോ? കൂടി അവിടുന്ന് എന്നെ വെള്ളം അടിക്കാനും സിഗരറ്റ് വലിക്കാനും പഠിപ്പിച്ച ആളെ എൻ്റെ ആശാൻ. പുള്ളി വരുമ്പോൾ എനിക്ക് പുള്ളിയെ തൽക്കരിച്ചതിനെ വേണം. ആ കൃഷ്ണേട്ടാ, അവനെന്തേടി? അകത്തുണ്ട്, കയറി വാ. കൃഷ്ണേട്ടാ എന്നാടാ? ഓ വാ. എന്നാടാ വിശേഷം? ഓ എൻ്റെ കൃഷ്ണേട്ടാ ഇങ്ങനെ പോകുന്നു. ബുദ്ധിമുട്ടായ മോളെ? ഓ എന്ത് ബുദ്ധിമുട്ട്. ഇനിയിപ്പോൾ ബുദ്ധിമുട്ടായാലും ഒന്ന് സഹിച്ചേ പറ്റും. ഞാൻ 2 ദിവസം ഇവിടെ നിന്നാലോ ഒന്ന് ആലോചിക്കാം. കൃഷ്ണേട്ടാ ഒരു ഫോൺ വരുന്നുണ്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. മതി 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 മതി. നിങ്ങൾ കഴിച്ചായിരുന്നോ? ഓ ഇല്ല, അതെന്നാടി? മനപ്രയാസം വന്നല്ലേലും ഒരു പറ്റ ഇറങ്ങുകയില്ല. അത് എന്നാ പറ്റിയടി? എന്നെ പറ്റി ഓർത്തിട്ടല്ല, കൃഷ്ണേട്ടനെ പറ്റി ഓർത്തിട്ടാ. എൻ്റെ കാര്യം പറഞ്ഞ ചേട്ടൻ വിശ്വസിക്കുകയില്ല, പക്ഷെ പറയാണ്ട് എനിക്ക് ഒരു സമാധാനവും ഇല്ല. നീ കാര്യം പറയടി. അതെ, എൻ്റെ കെട്ടിയവനോട് കൃഷ്ണേട്ടൻ കാണിക്കുന്ന സ്നേഹമൊന്നും പുള്ളിക്ക് തിരിച്ചില്ല. പോരാത്ത നല്ല ദേഷ്യവും. നീ വെറുതെ ആവശ്യത അവനെ കുറിച്ച് കാര്യം പറയല്ലേ. അതാ ഞാൻ പറഞ്ഞത് നിങ്ങളെ വിശ്വസിക്കുകയില്ലെന്ന്. എൻ്റെ തെളിവുണ്ട്. എന്നാ തെളിവ്? നാളെയില്ല മാനവില്ല വലിഞ്ഞു കയറി വന്നോളൂ. മിനിമം ബോധമുണ്ട്. കൃഷ്ണേട്ടൻ ഉച്ചയ്ക്ക് ഉണ്ടാവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞ ഞാൻ റെക്കോർഡ് ചെയ്തതാ. കൃഷ്ണേട്ടൻ കൊണ്ട് കഴിഞ്ഞോ? നീ കൃഷ്ണന് ബീഫ് എടുത്ത് കൊടുത്തില്ലേടി? നീ എനിക്ക് ടോലത്തിയത് മതിയടാ. ഇതെന്നാടി കൃഷ്ണേട്ടാ? ഏട്ടാ, എന്നാടി ആ കാലത്തിൽ എൻ്റെ അമ്മാവനും മോനുമില്ലേ, അവരെ കുറിച്ച് ചേട്ടൻ്റെ അഭിപ്രായം എന്താ? നാണമില്ലാത്ത കൂട്ടങ്ങൾ, വലിഞ്ഞു കയറി വന്നോളും നാണോ മാനോ ഇല്ലാത്ത വർഗ്ഗങ്ങൾ.